ശ്രീ ഹസ്കർ, അഡ്വക്കേറ്റ് ഹസ്കർ, ഒരു കാര്യം കൂടി അങ്ങ് പറഞ്ഞു PV അൻവർ ഈ കാണിക്കുന്നത് ശരിയല്ല എന്ന് അങ്ങ് വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞു. അങ്ങ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ട പാർട്ടി വേദികളിലാണ് പറയേണ്ടത് എന്ന് വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞു. പക്ഷേ ഈ അഭിപ്രായം ഈ പാർട്ടി സെക്രട്ടറിക്കില്ല. MP ഗോവിന്ദന് ഈ അഭിപ്രായമില്ല. മുഖ്യമന്ത്രിയെ ഇന്നലെ കണ്ട് തിരികെ വന്ന് അദ്ദേഹം പറഞ്ഞത് എല്ലാം മുഖ്യമന്ത്രി അന്വേഷിക്കട്ടെ എന്നാണ് പറഞ്ഞത്. പാർട്ടി സെക്രട്ടറിക്ക് അതേ പരാതി കൊടുത്തിട്ട് തിരികെ വന്നിട്ട് പറയുകയാണ് പിണറായി വിജയൻ വീട്ടിൽ നിന്ന് വന്ന് മുഖ്യമന്ത്രി ആയതല്ല, പാർട്ടിയാണ് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കിയത്. പാർട്ടി സെക്രട്ടറി പറയേണ്ട അതേ വാചകമാണ് ഇത്തരത്തിൽ ഇദ്ദേഹം PV അൻവർ പറഞ്ഞു വെക്കുന്നത്. അത് മാത്രമല്ല, ഒരു കാര്യം കൂടി ശ്രീ ഹസ്കർ, ഇപ്പോൾ പാർട്ടിയുടെ സമ്മേളനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. ബ്രാഞ്ച് സമ്മേളനങ്ങൾ മുതൽ തുടങ്ങുകയാണ്. അവിടെ ഇത് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാകും. ഒന്ന്, EP ജയരാജനെ ഇല്ലാതാക്കിയത്. രണ്ട്, ഈ PV അൻവർ കൊടുവാളുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇത് രണ്ടും പാർട്ടിയുടെ സമ്മേളനങ്ങളിൽ പ്രധാന ചർച്ചയാകും. ഹസ്കർ അടങ്ങുന്ന ഏത് ഘടകത്തിലാണ് ഹസ്കർ എന്ന് എനിക്കറിയില്ല, ബ്രാഞ്ചാണോ ഏരിയ ആണോ എന്നറിയില്ല. ആ ഘടകത്തിൽ ഇത് ചർച്ചയായി വരില്ലേ? പ്രധാനപ്പെട്ട അജണ്ട ഇവിടെ അൻവർ നിശ്ചയിക്കുകയല്ലേ ഹസ്കർ? അല്ല, സമ്മേളനത്തിന്റെ അജണ്ട നിശ്ചയിക്കുന്നതിന് ഇതിന് എത്രത്തോളം സ്വാധീനം ചെലുത്താൻ കഴിയും എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി അങ്ങ് പറയുന്ന നിരീക്ഷണങ്ങൾ പക്ഷേ സമ്മേളനങ്ങളിൽ സാധാരണ പ്രതിനിധികൾ ചർച്ച ചെയ്യുന്നത് അതുവരെ ഉണ്ടായിരുന്ന കഴിഞ്ഞ 3 കൊല്ലത്തെ രാഷ്ട്രീയ കാലഘട്ടങ്ങളിലൂടെ കടന്നുപോയ പാർട്ടിയുടെ അവസ്ഥയും അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ അവസ്ഥയും ഒക്കെ തന്നെയായിരിക്കും. സ്വാഭാവികമായും അത്തരം ചർച്ചകളുടെ ഇടയിൽ ഇതും ഇടം പിടിക്കും എന്നുള്ളതൊരു വസ്തുതയാണ്. അല്ലാതെ ഇതൊരു പ്രധാന അജണ്ടയായി മുന്നിൽ നിർത്തുന്നതിന് വേണ്ടി ഈ ആരൊക്കെയോ ചേർന്ന് ശ്രീ PV അൻവറിനെ വിലക്കെടുത്തു നിർത്തി എന്ന അർത്ഥത്തിലുള്ള ചർച്ച നമുക്ക് കാണാൻ കഴിയും. കാര്യം ശ്രീ PV അൻവറിന്റെ ഒരു ജനിതക സ്വഭാവമുണ്ട്. അദ്ദേഹം ഏതു വിഷയത്തിലും ഇത്തരത്തിൽ വല്ലാത്ത രീതിയിൽ വൈകാരികമായി തന്നെ പ്രതികരിക്കുന്ന ഒരു രാഷ്ട്രീയ ബിസിനസ് നേതാവാണ്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു സാധാരണ രാഷ്ട്രീയക്കാരെ പോലെ കൗശലമില്ലാത്തത് കൊണ്ട് അദ്ദേഹം തുറന്നു പറയും. ആ തുറന്നു പറച്ചിലുകൾ പലപ്പോഴും അദ്ദേഹത്തിന് തന്നെ പലപ്പോഴും വിനയായിട്ടുണ്ട്. അതുപോലെ തന്നെ പല തുറന്നു പറച്ചിലുകളും അദ്ദേഹത്തിന് എതിരായിട്ടുമുണ്ട്. അത്തരത്തിൽ അദ്ദേഹം പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ ഇതിൽ ആരോപണം പറഞ്ഞതിന്റെ ക്രക്സ് എന്ന് പറയുന്നത് സ്വാഭാവികമായി അദ്ദേഹം ഉന്നയിച്ച ആരോപണത്തിന്റെ ഗതി ഏതു നിലയിലാണെങ്കിലും ആ ആരോപണം അന്വേഷിക്കുക എന്നുള്ളത് ഗവൺമെന്റിന്റെയും പാർട്ടിയുടെ ഉത്തരവാദിത്തമാണ്. അതൊരു ചെറിയ ആരോപണമല്ല. ഒരു തരത്തിലും അങ്ങനെ നിഷ്ഫലമായി തള്ളിക്കളയാൻ കഴിയുന്ന ആരോപണങ്ങളല്ല. അതുകൊണ്ട് അത് കൃത്യമായി തന്നെ പാർട്ടി അന്വേഷിക്കും. അന്വേഷിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടി പാർട്ടി എടുക്കും. അത് തന്നെയാണ്. അല്ല, സമ്മേളനങ്ങളിൽ ഇതൊരു പക്ഷേ ഗൗരവതരമായി അൻവർ ഉന്നയിച്ച വിഷയങ്ങൾ അങ്ങനെ ഒരു സബ്ജക്ട് ഇട്ടുകൊടുത്തു അൻവർ എന്ന അർത്ഥത്തിൽ ഞാൻ കാണുന്നില്ല. ഇതൊക്കെ അല്ലാതെ തന്നെ പാർട്ടി പ്രവർത്തകർ പലപ്പോഴും പല സമ്മേളനങ്ങളിലും ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടാവുന്ന ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും പാർട്ടി സമ്മേളനങ്ങളിൽ ചർച്ചകൾക്ക് വരാറുണ്ട്. അക്കൂട്ടത്തിൽ ഇതും വരും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. വിനോദേ, അല്ല, വ്യക്തിപരമായി അങ്ങ് അഭിപ്രായം പറഞ്ഞു, നമുക്ക് അതിലേക്കൂടെ വരേണ്ടതുണ്ട്. വ്യക്തിപരമായി അങ്ങ് പറഞ്ഞു അൻവർ പറഞ്ഞത് ശരിയല്ല. അപ്പോൾ വ്യക്തിപരമായി ഒരു കാര്യത്തിൽ കൂടി അങ്ങ് ഉത്തരം നൽകണം. അതായത് ADGPയെ അതേ കസേരയിൽ ഇരുത്തിക്കൊണ്ട് അദ്ദേഹത്തിനെതിരെ അന്വേഷണം നടത്തുന്നത് ശരിയോ തെറ്റോ, അതിൻ്റെ കൂടി അഭിപ്രായം അങ്ങിൽ നിന്ന് തേടേണ്ടതുണ്ട്.